അപ്പോൾ എൻ്റെ പേര് മിനിൽ ചന്ദ്രൻ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. തിരുവനന്തപുരത്ത് ആറ്റുകാലാണ് സ്വദേശം. അപ്പോൾ ഇവിടെ വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് എനിക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ചോ സാറിനെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്യുന്നൊരു ലിങ്ക് വഴി കയറി നോക്കിയാണ്. അപ്പോൾ എനിക്ക് ട്രക്കിംഗ് ഒക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രക്കിംഗ് പോകുന്നതെന്ന് വെച്ചാൽ അഗസ്ത്യർകൂടം കഴിഞ്ഞ 3 വർഷം മുടങ്ങാതെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് കറങ്ങാൻ പോയത് അത്രയും ഒരു വിനോദത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ട്രക്കിങ്ങിനൊക്കെ പോയത്. പക്ഷേ കാടിന് വേണ്ടി എൻ്റേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ കാട്ടിൽ കയറുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കാട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാട് ഇതേപോലെ കാട്ടിൽ കിടക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഇറങ്ങാൻ പറ്റത്തില്ല. ജോലി എന്നുള്ളൊരു വിഷയം വരുമ്പോഴത്തേക്കും പലർക്കും അതിൻ്റെ ഒരു ഇതിൽ ട്രാപ്പായി പോകും. ഇത് വനം വകുപ്പിൽ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ഒരു പണി അതിന് ടൈൽ പണി കഴിഞ്ഞിട്ട് പെയിൻറ്റിങ്ങിൻ്റെ നിർത്തിയിട്ടാണ് ഞാൻ വന്നത്. അതിന് ചെന്നിട്ട് ബാക്കി തുടങ്ങും. അപ്പോൾ അതിനുപരി ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും കുറേ ഇതേപോലത്തെ മൈൻഡുള്ള ഫ്രണ്ട്സിനെ പരിചയപ്പെടാം. അത് വലിയൊരു ഉദ്ദേശമായിരുന്നു കാര്യം. എൻ്റെ കുറേ ഫ്രണ്ട്സ് അവരെ വിചാരം എന്ന് വെച്ചാൽ ഈ കാട് മൊത്തത്തിലുള്ളതെന്ന് വെച്ചാൽ അവർക്ക് മനുഷ്യർക്ക് തിന്നാനുള്ളതാണ്, നല്ല രീതിയിൽ തിന്നുക, അങ്ങനത്തെ ഒരു മൈൻഡുള്ള കൂട്ടുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പൂളിൽ നിന്നിട്ട് ഇപ്പോൾ ഇതേപോലെ എൻ്റെ മൈൻഡുള്ള കുറേ ഫ്രണ്ട്സിനെ കണ്ടെത്തിയപ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യത്തിൽ ഈ പറഞ്ഞത് ടൂളിൻ്റെ കേസ് പറഞ്ഞു. നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതിൽ ടൂള് അത് നല്ലൊരു ഓപ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന് പോകണം എന്നുള്ളത് വളരെ ആവശ്യമുള്ളൊരു കാര്യമായിട്ട് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ആ മുൾച്ചെടികൾ പറിച്ചപ്പോഴത്തേക്കും ഇതിന് മുമ്പത്തെ ക്യാമ്പിലുള്ളവർ കുറ്റി വെട്ടിയിട്ട് പോയത് പെട്ടെന്ന് വളർന്നതായിട്ട് നമ്മൾ കണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ മാത്രമേ, കാരണം ഇപ്പം നമ്മളെ കാട്ടിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്തെങ്കിലും ഇത് ഒരു പ്രത്യേകിച്ച് വലിയൊരു കാര്യം ആകത്തില്ല. ഒരു സൈഡിൽ നമ്മളെ കൊണ്ട് ചെയ്ത് വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയാൽ മാത്രമേ വല്ല കാര്യമായിട്ടൊരു കാര്യം നടക്കത്തുള്ളൂ. അപ്പോൾ അത് തുടർന്ന് പോകണം. ഇനിയുള്ളതിനും ഇത്രയും ദൂരമൊന്നും കാര്യമാക്കുന്നില്ല. തിരുവനന്തപുരമാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഓടിയെത്തിയിരിക്കും. അപ്പോൾ എല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. താങ്ക് യു.